എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ഈ സാധനം നോക്കിയേ. ഗുഡ് മോർണിംഗ് മാഡം സർ. ഈ നട്ടുച്ചയ്ക്കോ? താൻ ആദ്യം പോയി കേസ് വിളിക്കലോ? അയ്യോ സോറി മാഡം. കേസ് നമ്പർ 156/30 വിവാഹമോചന ഹർജിയിൽ ഒന്നാം കക്ഷി കടുവാച്ചാക്ക് മകൻ ആടുതോമ ആടുതോമ ആടുതോമ. ആകെ മൊത്തത്തിൽ റിലേറ്റാണല്ലോ. കറണ്ട് ബില്ലൊന്നും അടയ്ക്കാറില്ലല്ലേ? ദൈവമേ, ഇത് ഇയാൾ പറഞ്ഞു. താൻ ആദ്യം കണ്ണാടെടുത്ത് മാറ്റിടോ. കേസ് നമ്പർ 156/30 രണ്ടാം കക്ഷി പുത്തൻ വീട്ടിൽ രാഘവൻ മകൾ മോഹിനി. ഹാജറുണ്ടോ? 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 ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ. അയ്യോ, ഞാൻ എന്തിനത് പറയുന്നേ? ദൈവം സാക്ഷിയായി കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അല്ലെങ്കിൽ ഞാൻ കള്ളൊന്നും പറയാം. ഒബ്ജക്ഷൻ യോറാണ്. ഇവിടെ വായ തുറക്കുന്നത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് ചോറിനാനും, രണ്ട് കള്ളം പറയാൻ. എനിക്ക് പുറകെ നടക്കാനല്ല, ഒപ്പം നടക്കാനായിട്ട്. അതൊക്കെ എന്തിനാണോ താനിവിടെ പറയുന്നേ? കേസ് മാറി. ഏറ്റവും ആദ്യമായി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ഈ നിൽക്കുന്ന സ്ത്രീ താങ്കൾ അറിയുന്നു? കുറച്ചൊന്ന് മാറി, കുറച്ച് ചിണ്ടാവും. എനിക്കറിയില്ല. അറിയില്ലെന്നോ? ഇത് തന്റെ ഭാര്യയല്ലേ? ഈ കാര്യം തനിക്ക് അറിയാമെങ്കിൽ ഈ ചോദ്യത്തിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ആക്ച്വലി എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ആഴ്ചയിലല്ല, ഡെയിലി പ്രശ്നമാണ്. ഇവളെ കല്യാണം കഴിച്ചിട്ടില്ല, ഡെയിലി പ്രശ്നമാണ്. എന്റെ ജഡേജ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ജഡേജയാ? എടാ ജഡ്ജടാ, ഞാൻ ജഡ്ജാ. ബഹുമാനപ്പെട്ട കോടതി, എന്റെ പക്ഷി ഇന്നസെന്റ് ആണ്. ആദ്യം പറഞ്ഞു മോഹിനിയാണെന്ന്, ഇപ്പൊ പറയുന്നു ഇന്നസെന്റ് ആണെന്ന്. കുറച്ച് കഴിയുമ്പോ താൻ പറയോളൂ ജഡ്ജാണെന്ന്. അയ്യോ, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ കക്ഷി നിരപരാധിയാണ്. മോഹിനി കല്യാണം കഴിച്ചതാണോ? എന്നാലും എന്റെ ശങ്കരേട്ടൻ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഇത് നിരഞ്ജൻ ചെയ്തതിനേക്കാൾ കുഴപ്പമായി പോയി. നിരഞ്ജന? ഏത് നിരഞ്ജൻ? ചന്ദനമഴയുടെ നിരഞ്ജൻ ഉണ്ണിമായോട് കാണിച്ചേക്കാളും കടുപ്പം. മാനസപുത്രിയിലെ കൂടി സോഫിയോട് ചെയ്തതിനേക്കാളും കടുപ്പം. എന്തൊക്കെയാണ് ഈ പെണ്ണമ്മള് പറയുന്നേ? ഇപ്പൊ ശരി. എനിക്ക് എന്താ പറ്റിയ നഗരേട്ടാ? ഒന്നും പറ്റിയിട്ടില്ല, പേടിക്കാൻ കേട്ടില്ലേ? മോനെ, അത് വേണ്ടാട്ടാ. ഞാനൊരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഗോൾ അടിക്കാൻ നോക്കിയതാ. എന്റെ സാറേ, തോമയ്ക്ക് ഇതൊന്നും അല്ല പ്രശ്നം. ഞാൻ ഈ കേസിലെ പ്രൈം വിറ്റ്നസ് ആയ എന്റെ ചങ്കിനെ വിളിക്കാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. I object, Your Honor. അതിലെന്താണോ തനിക്ക് ഒബ്ജക്ഷൻ? That's all, Your Honor. അല്ലെങ്കിലും ഷാജി സത്യം മാത്രമേ പറയൂ. അത് ഇയാളല്ലേ പറയണ്ടേ? അതെന്തെങ്കിലൊക്കെ ആവട്ടെ, ഷാജി പറയൂ, എന്താണ് താങ്കൾ കണ്ടത്? അങ്ങനെയാണ് എനിക്ക് കാര്യം പറയണ്ടേ. അപ്പുറത്തെ വീട്ടിലെ സുരേഷും പെണ്ണുപിള്ളിയില്ലേ, വൈകുന്നേരം 6 മണി കഴിഞ്ഞ് പൈപ്പിന്റെ ചൊട്ടി കുത്തിയെന്ന്
മതി. ഞാൻ രണ്ടാമത്തെ കാര്യം പറ. ഓക്കേ. ഞാനില്ലേ ഒരു ദിവസം കവല നിൽക്കുമ്പോ ആ പെൺ തിരിഞ്ഞു നടന്നു പോയി. അങ്ങനെ ഇപ്പോഴത്തെ വീട്ടിലെ ഗോപിയില്ലേ, അവൻ ആ പെൺപിള്ളയുടെ That's all, Your Honor. I rest my case. ദാ, നീ എങ്ങനെ എന്റെ ഭർത്താവിനെ തൊട്ടെ? എല്ലാരും ഉണ്ടാവോ? ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയാമോ? ഈ പെണ്ണുമ്പിളെ ആ സുരേഷും പൈപ്പിൻ ചോട്ടിൽ കുത്തിയിരുന്ന് തുണി കഴിവായിരുന്നു. അതേപോലെ ഈ പെണ്ണുമ്പിളെ ഗോപി കൂടെ വഴിക്കൂടെ പോയപ്പോ പോയില്ലെന്ന് ഞാൻ പറഞ്ഞു വന്നേ. അയ്യോ, ഇത് നിനക്ക് നേരത്തെ പറഞ്ഞു തന്ന പൊട്ട. എന്തായാലും ഇവിടെയും നീതി ജയിച്ചു. ഇതുപോലെ ചെറിയ ചെറിയ തർക്കങ്ങൾ കൊണ്ടാണ് വലിയ വിവാഹങ്ങൾ തോൽക്കുന്നത്. അതുകൊണ്ട് ഓർമ്മ വെക്കുക, വിവാഹം കോർട്ടിലല്ല മനസ്സിലാണ് ജീവിക്കേണ്ടത്. ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജു തോമസ്. അതുവരേക്കും